ഇതെൻ്റെ ബാങ്കിലേക്കുള്ളൊരു യാത്രയാണ്. എനിക്ക് എൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് മുമ്പിൽ എനിക്ക് പണമില്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് തന്ന ഒരു പണം തിരികെ കൊടുക്കുന്ന ദിവസമാണ്. iPhone 15 Pro Max വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ച് ഈ കുറച്ച് വില കുറഞ്ഞൊരു സാഹചര്യത്തിൽ ഇത് വാങ്ങിക്കൊണ്ട് തരാൻ അന്ന് എൻ്റെ അടുത്ത് പണമില്ല. പണം കിട്ടുമ്പോൾ ഞാൻ തരാൻ കറക്റ്റ് പറയാമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച സാഹചര്യത്തിലൊരു പണത്തിൻ്റെ തിരികെ കൊടുക്കലാണ്. ഇത് കൊടുക്കുന്നത് വരെ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. ഈ 1-ാം തീയതി എനിക്കെങ്ങാൻ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു വാക്ക് തെറ്റിക്കലാവും, ഞാൻ കൊടുത്തൊരു വാക്ക് തെറ്റിക്കലാവും. മനസ്സിലായില്ലേ? നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നികത്താൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരാണ് നമുക്കൊരു ആവൽഘട്ടത്തിൽ പണം തരുന്ന മനുഷ്യന്മാർ. നമ്മൾ ഏറ്റവും ആദരിക്കേണ്ട, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം തിരികെ കൊടുക്കേണ്ട, നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ പെരുമാറേണ്ട ഒരുപാട് മനുഷ്യന്മാർ. അവരാരും ആയിക്കോട്ടെ. ചിലപ്പോൾ നമ്മൾ കൂടെ ഉള്ളവരായിരിക്കും, ചിലപ്പോൾ കൂടെ പിറപ്പുകളായിരിക്കും, ചിലപ്പോൾ നമുക്ക് അറിയാത്ത നമ്മൾ ഏതെങ്കിലും കുറച്ച് ദിവസത്തെ ബന്ധത്തിൻ്റെ ഒക്കെ പേരിൽ തരുന്നവരായിരിക്കും. അവരോളം വലിയതായി നമുക്ക് ആരുമില്ല. കാരണം നമ്മൾ സ്വപ്നം സാക്ഷാത്കരിക്കാൻ, നമ്മളുടെ കഷ്ടപ്പാട് നീങ്ങാനൊക്കെ സഹായിച്ചവരാ. അവർക്ക് കൊടുക്കേണ്ട പണം പറഞ്ഞ ഡേറ്റിൽ കറക്റ്റ് നമ്മൾ കൊടുക്കണം. ഒരു നിമിഷം പോലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല. അവരുടെ ഒരു സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ പ്ലാനിങ്ങോടെ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ, അങ്ങനെ തന്നെ കൊടുക്കുകയും വേണം. പക്ഷെ എൻ്റെ കാര്യം അതല്ല കേട്ടോ. വളരെ വിഷമം തോന്നണം. കഴിഞ്ഞ മാസം ഞാനൊരാൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ ഇതുപോലെ തന്നെ എനിക്ക് വേണ്ടപ്പെട്ട മറ്റൊരാൾക്ക് ഞാൻ കൊടുത്തൊരു സാഹചര്യം ആലോചിച്ച് പോവുക. എടാ, എനിക്ക് ഒരു പണം ട്രാൻസ്ഫർ ചെയ്താണെന്നാണ്. ഞാൻ ആദ്യം വേണ്ടാന്ന് പറയാൻ തോന്നി, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ അപ്പം പണം ഉണ്ട്. ഇപ്പം എനിക്ക് വേണ്ടാന്ന് പറയാൻ തോന്നിയില്ല. സ്നേഹബന്ധം അവിടെ വർക്കൗട്ട് ആവുകയാണ്. മുൻകാല എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോ പറയേണ്ടതായിരുന്നു, പക്ഷെ നോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊരു കാര്യത്തിന് മാറ്റി വെച്ച പണമാണ്, ഇന്ന ഡേറ്റിൽ എനിക്ക് തിരികെ തരികയാണെങ്കിൽ പെരുന്നാൾ ദിവസത്തിൻ്റെ തലേന്നാന്ന് ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാടാന്ന് പറഞ്ഞു. ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. തീർച്ചയായിട്ടും ആ പെരുന്നാൾ തലേ ദിവസം എനിക്ക് പണം ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ ഞാൻ കാത്തിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ വിളിക്കാൻ കാത്തിക്കരുത് കേട്ടോ, നീ തന്നെ എനിക്ക് ഇട്ട് തരണം കേട്ടോ എന്ന് പറഞ്ഞു. ഒരു പേടിയും പഠിക്കണ്ടടാ, ഞാൻ നിനക്ക് അതേ സമയത്ത് തന്നെ ഇട്ടുതരാമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ വിളിക്കാൻ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ വിളിച്ചു, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ പണം മാത്രം വന്നില്ല. എൻ്റെ കാത്തിരിപ്പെല്ലാം വെറുതെയായി. അവരുടെ കുഴപ്പമില്ലടാ, ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ പിറ്റ് 2 ദിവസം കഴിഞ്ഞെടുത്ത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയാമല്ലോ കേട്ടോ, നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. ഞാൻ നിനക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ തന്നു. പകുതി പിന്നെ 3 ദിവസം പറഞ്ഞ് കാല് പിടിച്ചപ്പം പകുതി ട്രാൻസ്ഫർ ചെയ്ത് തന്നു. ഇപ്പോഴും ആ പകുതി പെൻഡിങ്ങിലാണ്. പല ന്യായീകരണങ്ങളും പറയണം, അത് അക്കൗണ്ടിലേക്ക് ആക്കാൻ, ഇതാക്കാൻ. ലക്ഷങ്ങളുടെ ട്രാൻസ്ഫർ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന വ്യക്തികൾക്ക് ഒരു പണം തരാൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ പല എക്സ്ക്യൂസുകളാണ്. നമ്മൾ പല അങ്ങോട്ട് കൊടുക്കാനാണെങ്കിലോ വാരി ഓടിയെത്തും. എത്ര ദൂരം നിന്നാണ് വിദേശത്തുനിന്ന് വന്നെങ്കിലും വരും. നമ്മളിപ്പോൾ ഒരു പണം അങ്ങോട്ട് കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഏത് ഏജൻറ്റുമാരാണോ ഓടിയെത്തും. പലകം തിരികെ വാങ്ങേണ്ട ഒരു ദിവസമാണെങ്കിലോ എക്സ്ക്യൂസുകളാണ്. വെള്ളപ്രളയങ്ങൾ, മഴ, അറുതി, പൊറുതി, ബാങ്ക് വർക്ക് ചെയ്യുന്നില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല, അത് വർക്ക് ചെയ്യുന്നില്ല, ഇതുപോലത്തെ ഒരുപാട് എക്സ്ക്യൂസുകൾ അങ്ങോട്ട് നിരത്തിത്തരും. നോ പറയാൻ നമ്മളെപ്പോഴും പഠിക്കണം. നമ്മൾ നോ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഊണും ഉറക്കം കഴിഞ്ഞ് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമൊക്കെ വളരെ ഈസി ആയിട്ട് നമ്മോട് സ്നേഹം നടിച്ച് നമ്മുടെ സ്നേഹത്തെ ചൂഷണം ചെയ്ത് മറ്റാരോ അടിച്ചങ്ങ് കൊണ്ടുപോകും. മനസ്സിലായില്ലേ? പലപ്പോഴും എനിക്ക് തരാനുള്ള ഹ്യൂജ് എമൗണ്ടുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, എടാ നീ ഇത് വെറുതെ നിനക്ക് കിട്ടിയതൊന്നല്ലല്ലോ, നീ ഊണും ഉറക്കം കഴിഞ്ഞ് കഷ്ടപ്പെട്ട് തന്നെ കിട്ടിയതല്ലേ, നീ തിരികെ വാങ്ങണം, ഏത് രീതിയിലാണെങ്കിലും തിരികെ വാങ്ങണം എന്ന് പറയും. അവരവരൊക്കെ തിരികെ തരടാ. സ്നേഹത്തിന് അധികം നടന്നും പറ്റിക്കാൻ പറ്റില്ലല്ലോ. ഞാനിപ്പോൾ ആലോചിക്കാം, ഇത് പറയുമ്പോൾ ആലോചിക്കുന്നത്, എന്നെ മകനെന്ന് മുദ്ര കുത്തിയ ഒരാൾ ഡോക്ടറാണ്, നല്ല പേര് കേട്ട ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ചെന്നൈയിൽ പഠിക്കുകയാണ്. മാസത്തിൽ 4 ദിവസം പോകണം. ഞാൻ പ്രിവെൻറ്റീവ് കാർഡിയോളജി, അവർ ഡയബറ്റോളജി, അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ഒരുമിച്ചാണ് യാത്രകളൊക്കെ.
വളരെ നല്ലൊരു സ്നേഹബന്ധം, സൗഹൃദ ബന്ധം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, എല്ലാം വളരെ ഒരേ റൂമിലാണ് കിടക്കുന്നത്. അത്രയും നല്ല സ്നേഹബന്ധമായി. എന്നോട് പറഞ്ഞു, അവർക്ക് 3 പെൺകുട്ടികളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു മകനേ ഉള്ളൂ, അത് നീയാടാന്ന് പറഞ്ഞു. ഞാനവിടെ വീണുപോയി. പിന്നെ അവരെൻ്റെ അടുത്ത് നിന്ന് പണം ചോദിച്ചു. ലാഭം തരാമെന്ന് പറഞ്ഞു. പിന്നെ തമിഴ്നാട്ടിൽ പടക്ക കച്ചവടം തുടങ്ങാമെന്ന് പറഞ്ഞു. അവസാനം പണമൊക്കെ തരേണ്ട സാഹചര്യം വന്നപ്പം എന്നോട് പറഞ്ഞു, പലതും പറഞ്ഞ് പഠിപ്പിക്കും. മക്കളെ സുഖിപ്പിക്കാനും ഇതിനൊക്കെയാണ് പണം. നല്ല വരുമാനമുള്ള ആൾ പോലും പലപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കും. അവർക്ക് വായ്പ വാങ്ങി ശീലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ശീലിച്ചുകൊണ്ടിരിക്കും. പലരും അങ്ങനെയാണ്. അവസാനം പണം തിരികെ കിട്ടേണ്ട സാഹചര്യം അപ്പോൾ ലാഭമില്ല, ഒന്നുമില്ല. എനിക്ക് എത്രയോ വർഷം മുമ്പ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് അതെന്നെ ഫുള്ള് തീർന്നൊന്നും എനിക്കറിയില്ല. കണക്കുകളൊന്നുമില്ലല്ലോ. സ്നേഹബന്ധത്തിൽ എന്ത് കണക്കുകളാണ്? നമ്മളങ്ങോട്ട് വാരിക്കോരി കൊടുക്കുകയല്ലേ ചെയ്യുക. ലാഭം പ്രതീക്ഷിക്കാതെ നമ്മളാരും ഒന്നും ചെയ്യൂല. ശരിയാണ്, ലാഭം നമുക്ക് ആവശ്യം തന്നെയാണ്. നമ്മളെ പണം ഡെഡ് മണി ആക്കണമെന്ന് ഒരാളും ആഗ്രഹിക്കില്ലല്ലോ. തെറ്റുകൾ എനിക്കും പറ്റിയിട്ടുണ്ടാവും അല്ലേ? തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. കുറ്റപ്പെടുത്തലുകൾ എനിക്കും കിട്ടും. തീർച്ചയായിട്ടും അങ്ങനെ ഓരോരോ പറ്റിക്കൽ. നമ്മളൊരു മനുഷ്യൻ്റെ അടുത്ത് പണം വായ്പ വാങ്ങിയാൽ നമ്മൾ തിരിച്ച് ശരിയായ സമയത്ത്, കറക്റ്റ് സമയത്ത് എന്നാണോ കൊടുക്കാൻ പറ്റുന്നത് ആ ഡേറ്റ് പറഞ്ഞിട്ട് നമ്മൾ തിരികെ കൊടുക്കണം. ഒരിക്കലും അവരെ നമ്മൾ പറ്റിക്കുന്ന സാഹചര്യം ഉണ്ടാവരുത്. മനസ്സിലായില്ല? അത്രക്ക് നമ്മൾ ആദരിക്കേണ്ട മനുഷ്യരാണ്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെ സമയം വൈകുകയാണ്. ഈ ബാങ്കിലേക്ക് ഈ ഫണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സ്നേഹത്തിൻ്റെ ട്രാൻസ്ഫർ, സന്തോഷത്തോടെയുള്ള ട്രാൻസ്ഫർ. കൊടുക്കാനുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് 1-ാം തീയതി ഞാൻ വാഗ്ദാനം ചെയ്ത ആ വാക്ക് ഞാൻ ഈ 1-ാം തീയതി തന്നെ പൂർത്തീകരിക്കാം. ഓക്കെ? ഇനി ഷെയർ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? നമ്മളും അങ്ങനെ ആവണം. എന്നെ ഒരുപാട് പറ്റിച്ചതുപോലെ ഗ്രൂപ്പിൽ നിങ്ങളാരും പെടരുത്. ഞാൻ പുണ്യാളനാണെന്നല്ല പറയുന്നത്, ഇതുപോലെ ആവണം നമ്മൾ. മനസ്സിലായില്ലേ?